നമ്മളിപ്പോൾ ജാക്കിക്കൊപ്പമുള്ള ഈ യാത്ര പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് എത്തി നിൽക്കുന്നത്. നമുക്കൊപ്പം ദേവനന്ദ ഉണ്ട്. ദേവനന്ദ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 8ാം ക്ലാസ്സിൽ. മോന്റെ പേരെന്താ? ബാബയുടെ പേര് പറഞ്ഞേ. എന്താ നീന്റെ പേര്? കൃതിക് ദേവ്. ഋതിക് ദേവ് അല്ലേ? കൃതിക് ദേവ്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് വീട്ടിലോട്ട്? കുറച്ചധികം ദൂരം ഉണ്ടോ? അല്ലേ? മോളിപ്പോ 8ാം ക്ലാസ്സിലേക്കായി അല്ലേ? ദേവനന്ദ നമ്മുടെ ഏത് റിയാലിറ്റി ഷോയിലാണ് പങ്കെടുത്ത ദേവനന്ദ? ടോപ്പ് സിംഗറിലാണ്. ടോപ്പ് സിംഗറിലെ ദേവനന്ദയെ പ്രേക്ഷകർക്ക് അറിയാം. നിങ്ങൾ സ്ഥിരമായിട്ട് ആ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന പരിപാടി കണ്ടിരുന്നുവെങ്കിൽ. അപ്പോൾ മോളെ അന്ന് ടോപ്പ് സിംഗറിൽ പങ്കെടുക്കുന്ന സമയത്തെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ മോക്ക്? മോളുടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. ഓ, നമുക്ക് പാടാം. ഓക്കെ, അപ്പൊ നമുക്ക് ദേവനന്ദയുടെ പാട്ട് കേട്ട് ഇന്നത്തെ ലൈലത്തുൽ ഖദർ നമുക്കൊരു ഉഷാറാക്കാം. ഓക്കെ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നൂലങ്ങാലിക്കുരുവി ഈ വഴിവാ, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നൂലങ്ങാലിക്കുരുവി ഈ വഴിവാ, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി വാ. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് കൈയടിച്ചാലോ? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ദേവനന്ദ പാടി. ദേവനന്ദയുടെ പാട്ടുകളൊക്കെ അതൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പോൾ ദേവനന്ദ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വെക്കേഷൻ എങ്ങനെ പൊളിക്കാനാ തീരുമാനം? വെക്കേഷൻ അച്ഛൻ ഗൾഫിലാണ്. അപ്പൊ അച്ഛൻ വരും, അടുത്ത് വരും. അപ്പൊ അച്ഛനെ കാണുന്ന ഒരു ത്രില്ലിലാ. അച്ഛൻ എവിടെയാ? ഗൾഫിൽ എവിടെയാ? ദുബായിലാണോ? അല്ല, അലയില്ല. ആഹാ, ശരി. അപ്പൊ പോകുന്നുണ്ടോ അങ്ങോട്ട്? വീടിന്റെ പണി നടക്കുന്നുണ്ട്. വീടിന്റെ പണി നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അച്ഛന്റെ പേരെന്താ? സുരേഷ് ബാബു. അമ്മയുടെ പേര്? ശ്രീജ. ശ്രീജ. ഓക്കെ. നിങ്ങൾ 2 കുട്ടികളാണ് അല്ലേ? ശ്രീജ ഒരാളാണ്. അനിയത്തിയും കൂടി ഉണ്ട് അല്ലേ? അനിയത്തിയുടെ പേരെന്താ? കൃഷ്ണനന്ദ. അനിയത്തി പാട്ട് പാടുവോ? കുറച്ചൊക്കെ പാടും അല്ലേ? അനിയൻ പാട്ട് പാടി തുടങ്ങിയോ? ചെറുതായിട്ടൊക്കെ പാടും. ആണോ? അനിയനായിട്ട് അടി കൂടാറുണ്ടോ ദേവനന്ദ? തല്ലുണ്ടാക്കാറുണ്ടോ? തല്ലുണ്ടാക്കുന്നുണ്ടോ കുസൃതി? ഓക്കെ. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെടുത്ത് പാടാം. അപ്പോൾ ദേവനന്ദയാണ് നമുക്കൊപ്പമുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരാണ്, BP അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അല്പസമയത്തിനുള്ളിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി KS ഹംസ ഇങ്ങോട്ട് വരും. നമ്മൾ അദ്ദേഹത്തെ കാണാൻ കൂടി വേണ്ടിയാണ് ജാക്കിപ്പുറത്ത് അശ്വമേധം തിരൂരിലേക്ക് എത്തിയത്, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെത്തിയത്. അപ്പോൾ നമുക്ക് ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് കോഴിക്കോട് റീജിയനിലേക്ക് പോകാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്ത സംഭവിക്കുന്നത് കോഴിക്കോട് മലബാർ മേഖലയിലാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി സിനോജ് നമുക്കൊപ്പം ചേരും ഈ പാട്ടിന് ശേഷം. ഒരു പാട്ട്. അനുരാഗമൂലും കിനാവിൽ കിളിപ്പാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവിൽ നീ വിടരുന്നതപരാധമായോ, ഈ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു കൈനന്ദയുടെ അടിപൊളി. കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ടോ ദേവനന്ദയ്ക്ക്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് പിന്നീട് ഒരു ദിവസം കയറാം കേട്ടോ. ഓക്കെ. അപ്പോൾ ദേവനന്ദയുടെ പാട്ട് ജാക്കിക്ക് ഇഷ്ടമായി. അതാണ് തലകുലിക്കത്. ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തലകുലിക്കുക കേട്ടോ. അപ്പോൾ ഹാപ്പിയായി. അപ്പോൾ കുസൃതി ബൈ ബൈ.